നമസ്കാരം. പെഹൽഗാമിലെ കണ്ണീരിന് ചുട്ട മറുപടിയുമായി ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നു. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിലാണ് കൊടും ഭീകരർ ഒളിച്ചിരിക്കുന്ന 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. ഈ 9 കേന്ദ്രങ്ങൾ ഏതൊക്കെ? ഈ 9 കേന്ദ്രങ്ങളിൽ എന്തുകൊണ്ട് ഇന്ത്യ ആക്രമണം നടത്തി? കൃത്യമായ ആസൂത്രണത്തിലൂടെ ഈ 9 കേന്ദ്രങ്ങൾ എന്തിന് ലക്ഷ്യമിട്ടു? ഏതൊക്കെ രീതിയിലുള്ള ആക്രമണമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ഓപ്പറേഷൻ ഇന്ത്യ ഓർഗനൈസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഏതൊക്കെയാണ് ഈ ഭീകര കേന്ദ്രങ്ങൾ, ഇന്ത്യ ആക്രമണം നടത്തിയ ഭീകര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹാവൽപൂർ. 100 കിലോമീറ്റർ ഇന്റർനാഷണൽ ബൗണ്ടറിക്ക് 100 കിലോമീറ്റർ അടുത്താണ് ഈ ബഹാവൽപൂർ എന്ന് പറയുന്ന പ്രദേശമുള്ളത്. ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്ന കേന്ദ്രമാണ് ബഹാവൽപൂർ. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം ഇന്ത്യ ആക്രമണം നടത്തിയ മുരിദ്കെ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇന്ത്യൻ ബോർഡറിൽ നിന്ന് 30 കിലോമീറ്റർ അടുത്താണ് ഈ പ്രദേശം. ഈ ലഷ്കർ ഇ തൊയ്ബയുടെ ഈ ക്യാമ്പിന് ഒരു പ്രത്യേകതയുണ്ട്. 26/11 മുംബൈ ഭീകരാക്രമണം, ആ ഭീകരാക്രമണവുമായി ബന്ധമുള്ള ആളുകൾ ഉള്ള കേന്ദ്രം എന്നാണ് ഈ മുരിക്തയുടെ ഈ കേന്ദ്രം അറിയപ്പെടുന്നത്. ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരർ ഒളിച്ചിരിക്കുന്ന കേന്ദ്രമാണ്. അവിടെയാണ് ഇന്ത്യ രണ്ടാമതായി പ്രധാനപ്പെട്ട ആക്രമണം നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം ഗുൽപൂർ ആണ്. 35 കിലോമീറ്റർ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും 35 കിലോമീറ്റർ അടുത്താണ് ഈ പ്രദേശം. പൂഞ്ച് അറ്റാക്കുമായും ഒപ്പം പിൽഗ്രിംസിനെ അറ്റാക്ക് ചെയ്ത 2024 ബസ്സിൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട ഭീകരർ ഇവിടെയാണ് ഉള്ളതെന്നാണ് ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയത്. പിന്നീടുള്ളത് സവായി ആണ്. 30 കിലോമീറ്റർ പാക് അധീന കാശ്മീരിൽ 30 കിലോമീറ്റർ അകത്താണ്. പാക് അധീന കാശ്മീരിൻ്റെ 30 കിലോമീറ്റർ അകത്താണ് സവായി ഉള്ളത്. ഇത് സോൻമാർഗ് അറ്റാക്കുമായിട്ടും ഗുൽമാർഗ് അറ്റാക്കുമായിട്ടും ഇപ്പോൾ നടന്ന പെഹൽഗാം അറ്റാക്കുമായിട്ടും ബന്ധമുള്ള ഭീകരർ ഈ സവായിലുണ്ട് എന്നാണ് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അവിടേക്ക് അറ്റാക്ക് നടത്തിയത്. പിന്നീട് ബിലാൽ ക്യാമ്പ്, ഇവിടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ലോഞ്ച് പാഡാണ്. ഇവിടെയും ഇന്ത്യ അറ്റാക്ക് നടത്തി. കോട്ട്ലി ക്യാമ്പ് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ അടുത്തുള്ള പ്രദേശമാണ് കോട്ട്ലി ക്യാമ്പ്. അവിടെയും ഇന്ത്യ ആക്രമണം നടത്തി. ലഷ്കർ ഇ തൊയ്ബയുടെ ബോംബർ ക്യാമ്പാണ് ഈ പ്രദേശം എന്നാണ് ഈ കോട്ട്ലി ക്യാമ്പിനെ കുറിച്ച് പറയുന്നത്. പിന്നീടുള്ളത് ബർനാല ക്യാമ്പ്. LOCയിൽ നിന്ന് 10 കിലോമീറ്റർ അടുത്താണ് ബർനാല ക്യാമ്പ്. അവിടെയും ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തി. സർജാൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പായിട്ടാണ് സർജാൽ ക്യാമ്പിനെ അറിയപ്പെടുന്നത്. 8 കിലോമീറ്റർ അടുത്താണ് ഇന്ത്യൻ ബോർഡറിൽ നിന്ന്. അവിടെയും ഇന്ത്യ ആക്രമണം നടത്തി. മെഹ്മൂന ക്യാമ്പ് 15 കിലോമീറ്റർ അടുത്താണ് ഇന്ത്യൻ ബോർഡറിൽ നിന്ന് 15 കിലോമീറ്റർ അടുത്താണ് മെഹ്മൂന ക്യാമ്പ്. ഈ പ്രദേശത്തും ഇന്ത്യ ആക്രമണം നടത്തി. ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ അറ്റാക്ക് നടത്തിയത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹാവുൽപൂർ, ചക് അമ്രു, സിയാൽകോട്ട്, കോട്ട്ലി, ബിംബർ, ഗുൽപൂർ, ബാഗ്, മുസാഫർബാദ്, ഇത്രയും പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ശക്തമായ ആക്രമണമാണ്, ശക്തമായ മറുപടിയാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ ഭീകര സംഘടന, ഇവരെല്ലാം ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. കൊടും ഭീകരരുടെ താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇന്ത്യൻ അതിർത്തിക്ക് അടുത്തുള്ള പ്രദേശങ്ങൾ, ഈ ആക്രമണം നടത്തിയ 9 കേന്ദ്രങ്ങൾ, ആ 9 കേന്ദ്രങ്ങളിൽ 5 കേന്ദ്രങ്ങൾ പാക് അധീന കശ്മീരിലുള്ള പ്രദേശങ്ങളും ബാക്കിയുള്ള 4 കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ മണ്ണിലുമാണ്. അതായത് പാക് അധീന കശ്മീരിന് നമ്മൾ പാകിസ്ഥാൻ മണ്ണെന്ന് പറയാറില്ല. പാക് അധീന കശ്മീരിലുള്ള 5 കേന്ദ്രങ്ങൾ, ഒപ്പം 4 കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ മണ്ണിൽ. 1974 ശേഷം പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യ നേരിട്ട് ആക്രമണം നടത്തുകയാണ് ആദ്യമായി എന്നുള്ളതും ഏറ്റവും പ്രത്യേകതയാണ്. അത്രയും വളരെ ഇന്ത്യയുടെ മനസ്സിനെ നോവിച്ച പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഈ തിരിച്ചടി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ജനങ്ങൾക്ക് പരിക്കേൽക്കാതെ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാതെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. കൊടും ഭീകരരുടെ താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയുടെ ആക്രമണം. പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി കൃത്യമായ ആസൂത്രണത്തിലൂടെ പെഹൽഗാം ആക്രമണം നടന്ന് 15ാം നാൾ ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ത്യ ആക്രമണത്തിന് ഉപയോഗിച്ചത് റഫാൽ യുദ്ധവിമാനങ്ങളാണ്. ഈ റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് സ്കാൽപ്പ് മിസൈലുകളും
ഹാമർ ബോംബുകളും ഉപയോഗിച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ക്രൂയിസ് മിസൈലുകൾ റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇന്ത്യ തൊടുത്തുവിടുകയായിരുന്നു. അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ഈ മുസാഫറാബാദ്, ബഹാവൽപൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. എന്തായാലും ഈ ഓപ്പറേഷന് ഇന്ത്യ ഇട്ടിരിക്കുന്ന പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഓപ്പറേഷന് ഇന്ത്യ ഇട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമുക്കറിയാം, പെഹൽഗാമിൽ ആക്രമണത്തിൽ മരിച്ചത് 26 ഇന്ത്യക്കാരാണ്. അതിൽ കൂടുതൽ എല്ലാവരും മരിച്ചത് ആണുങ്ങളാണ്. അതായത് ഈ പുരുഷന്മാരെ മാറ്റി നിർത്തി, മതം ചോദിച്ച് പുരുഷന്മാരെ മാറ്റി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന രീതിയാണ് പെഹൽഗാമിൽ ഭീകരർ നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ ആ പുരുഷന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ, അവരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ നടപടി, അതാണ് പാകിസ്ഥാനിലെ ഭീകരർ നടത്തിയത്. ആ ഭീകരർക്ക്, ആ ഭീകരെ ഒളിപ്പിച്ച കേന്ദ്രങ്ങൾക്ക് ശക്തമായ മറുപടി ഓപ്പറേഷൻ സിന്ദൂർ, അതായത് ഇന്ത്യൻ സഹോദരിമാരുടെ സിന്ദൂരം മാച്ചു കളഞ്ഞ ഭീകരർക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറുമായി ഇന്ത്യ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ ഓപ്പറേഷൻ ഇന്ത്യ നടത്തിയത് രാത്രി 12:27 എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1:44 പുലർച്ചെ 1:44 ഇന്ത്യൻ കേന്ദ്രങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പിന്നാലെ പാകിസ്ഥാൻ സൈനിക വക്താക്കളും ഈ ആക്രമണം, ഇന്ത്യയുടെ ആക്രമണം സ്ഥിരീകരിച്ചു. എന്തായാലും ഈ ആക്രമണത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് നിരീക്ഷിച്ചു. ഈ ഓപ്പറേഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിരീക്ഷിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഒരു ആക്രമണമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. മുസാഫറാബാദ്, കോട്ട്ലി, ഗുൽപൂർ, ബിംബർ, സിയാൽകോട്ട്, ചാക് അമ്രു, മുരിക്ഡെ, ബഹാവൽപൂർ, ഈ കേന്ദ്രങ്ങളിൽ ഈ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ ആക്രമണങ്ങൾ നടത്തിയത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹാവൽപൂർ, മുരിക്ഡെ, ഗുൽപൂർ, സവായ്, ബിലാൽ ക്യാമ്പ്, കോട്ട്ലി ക്യാമ്പ്, ബർനാല ക്യാമ്പ്, സർജാൽ ക്യാമ്പ്, മഹ്മൂന ക്യാമ്പ്, ഇങ്ങനെയുള്ള ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച്, അതായത് നമ്മൾ ഈ പ്രദേശങ്ങളുടെ പേര് പറയുമ്പോൾ അതിൽ സ്പെസിഫിക് ആയിട്ട് ചില ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ ആക്രമണം. അതായത് കൃത്യമായി ഇന്ത്യ ലക്ഷ്യമിട്ട്, ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒരിക്കലും ജനവാസ കേന്ദ്രങ്ങളെ ഇന്ത്യൻ ആക്രമണം ലക്ഷ്യമിട്ടിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, പാക് സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടിട്ടില്ല. പാകിസ്ഥാൻ ചില അവകാശവാദങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ളതൊക്കെ പാകിസ്ഥാൻ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ശരിയല്ല എന്നാണ് ഇന്ത്യൻ സൈനിക വക്താക്കൾ പറയുന്നത്. എന്തായാലും പാകിസ്ഥാന് മേൽ ഇന്ത്യയുടെ മിന്നലാക്രമണം, അതും കൊടും ഭീകരരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ മിന്നലാക്രമണം, ഇന്ത്യയുടെ സഹോദരിമാരുടെ സിന്ദൂരം നഷ്ടപ്പെട്ടതിന് ഇന്ത്യയുടെ പ്രതികാരം, ആ രീതിയിലാണ് നമുക്ക് ഇതിനെ കണക്കാക്കാനുള്ളത്. എന്തായാലും 12 പേർ മരിച്ചു എന്നും 35 പേർക്ക് പരിക്കേറ്റു എന്നുമാണ് പാക് സൈനികം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം. എന്തായാലും പാകിസ്ഥാൻ ഈ ആക്രമണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സാധാരണ ഇന്ത്യ ആക്രമണം നടത്തുമ്പോൾ അങ്ങനെ ഒരു ആക്രമണമൊന്നും നടന്നിട്ടില്ല എന്നാണ് സാധാരണഗതിയിൽ പാക് സൈന്യം പ്രതികരിക്കാറുള്ളത്. പക്ഷേ നിമിഷങ്ങൾക്കകം തന്നെ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പാക് സൈന്യം ഇന്ത്യയുടെ ആക്രമണം സ്ഥിരീകരിച്ച് രംഗത്ത് വന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി 9 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, കൊടും ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ആണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ജനവാസ കേന്ദ്രങ്ങളെ ഇന്ത്യ ലക്ഷ്യമിട്ടിട്ടില്ല. പാക് സൈനിക കേന്ദ്രങ്ങളെയും ഇന്ത്യ ലക്ഷ്യമിട്ടിട്ടില്ല. 9 പ്രധാനപ്പെട്ട കൊടും ഭീകരരുടെ താവളങ്ങൾ, അതാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി അതിലൂടെ ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇന്ത്യൻ സൈന്യത്തിൻ്റെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം.